പ്രിയപ്പെട്ടവരെ, നമസ്തേ. മനുഷ്യന് സാധിക്കാത്തതായി ഒന്നും തന്നെ ഇല്ല എന്ന് വിശ്വസിക്കപ്പെടുന്ന സാങ്കേതിക മികവിന്റെ കാലത്താണ് നാം ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിലും മനുഷ്യ സാധ്യമല്ലാത്ത ഏറ്റവും പ്രധാന വിഷയം മനുഷ്യ ജീവനാണ്. ജീവൻ നൽകുവാനും അത് നിലനിർത്തുവാനും ഇന്നും മനുഷ്യർക്ക് പരിമിതികൾ ഏറെയാണ്. ഈ പശ്ചാത്തലത്തിലാണ് അവയവദാനവും അതുവഴിയുള്ള ജീവന്റെ സംരക്ഷണവും 20-ാം നൂറ്റാണ്ടിലെ മെഡിക്കൽ മഹാത്ഭുതങ്ങളിൽ പ്രഥമ ഗണനീയമായി മാറുന്നത്. അതെ, അവയവദാനത്തിന്റെ ലോകത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് ചെയ്തു കൊടുക്കുന്ന ഏറ്റവും മഹത്തായ സഹായം. വൃക്ക അച്ഛൻ എന്ന് വിളിക്കുന്ന ഡേവിസ് ചിറമേൽ എന്ന പുരോഹിതനെ അറിയാത്തവരായി മലയാളക്കരയിൽ അധികം പേരുണ്ടാവില്ല. സീറോ മലബാർ കത്തോലിക്ക പുരോഹിതനും ആക്സിഡന്റ് കെയർ ആൻഡ് ട്രാൻസ്പോർട്ട് സർവീസസ്, കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നീ ജീവകാരുണ്യ സ്ഥാപനങ്ങളുടെയും സ്ഥാപകനുമാണ് ചിറമേൽ അച്ഛൻ. അവയവദാനത്തിന് ഇന്ന് കേരള സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള അംഗീകാരത്തിന് നമ്മൾ ചിറമേൽ അച്ഛനോട് വളരെ കടപ്പെട്ടിരിക്കുന്നു. 1994 ഓഗസ്റ്റ് 3 ഇന്ത്യയുടെ വൈദ്യശാസ്ത്ര ചരിത്രത്തിലെ സുവർണ ദിനങ്ങളിൽ ഒന്നായിരുന്നു അത്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ ശസ്ത്രക്രിയാ മേശയിൽ അന്ന് ആദ്യമായി ഒരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നു. ഭാരതത്തിൽ നടന്ന ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. അന്ന് ഹൃദയം മാറ്റിവെച്ച വ്യക്തി 14 വർഷങ്ങൾ ജീവിച്ചിരുന്നു എന്നത് ഇന്ന് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ്. ഈ നേട്ടത്തിന്റെ ഓർമ്മയ്ക്കായി 2023 മുതൽ ഓഗസ്റ്റ് 3 ദേശീയ ഓർഗൻ ഡൊണേഷൻ ഡേ ആയി ആചരിച്ചു വരുന്നു. എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ ഓഗസ്റ്റ് 13 അവയവദാന ദിനമായി ആചരിക്കുന്നത്. എയിംസിൽ ആദ്യ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നതിന് 23 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1971 ഡിസംബർ 1 തമിഴ്നാട്ടിലെ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലാണ് ഭാരതത്തിലെ ആദ്യ അവയവ മാറ്റം നടന്നത്. കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് അന്ന് വെല്ലൂർ മെഡിക്കൽ കോളേജിൽ വിജയകരമായി പൂർത്തിയാക്കിയത്. അതിനു മുൻപ് 1965 മുംബൈ KEM ആശുപത്രിയിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നിട്ടുണ്ട്. എന്നാൽ അത് മരണാനന്തരം നടന്ന അവയവ കൈമാറ്റമായിരുന്നു. ലോകത്തിലെ ആദ്യ അവയവ കൈമാറ്റം ഒരു കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയായിരുന്നു. 1954 ആ ശസ്ത്രക്രിയ പൂർത്തിയാക്കിയത്. 1967 ആദ്യത്തെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നത്. അതേ വർഷം തന്നെ ക്രിസ്ത്യൻ ബെർണാഡ് 54-കാരനായ ലൂയിസ് വാഷൻസ്കിയുടെ ശരീരത്തിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പൂർത്തിയാക്കി. എങ്കിലും 18 ദിവസങ്ങൾക്ക് ശേഷം ന്യൂമോണിയ ബാധിച്ച് ആ രോഗി മരണപ്പെടുകയുണ്ടായി. ഹൃദയം, ശ്വാസകോശം, വൃക്ക, കരൾ, ത്വക്ക്, പാൻക്രിയാസ്, കുടൽ, ഗർഭപാത്രം, ഹൃദയവാൽവുകൾ, കോർണിയ, ഞരമ്പുകൾ, ധമനികൾ എന്നിവ അവയവദാനത്തിൽപ്പെടുന്നു. ഏറ്റവും കൂടുതൽ വകമാറ്റം ചെയ്യപ്പെടുന്ന ശരീര അവയവം കിഡ്നികളാണ്. 2-ാം സ്ഥാനത്ത് കരൾ കൈമാറ്റ ശസ്ത്രക്രിയയാണ്. കോർണിയയും മറ്റ് മസ്കുലോസ്കെലിറ്റൽ ഗ്രാഫ്റ്റുകളും സർവ്വസാധാരണമായി ട്രാൻസ്പ്ലാന്റ് ചെയ്യപ്പെടുന്ന ടിഷ്യൂകളായാണ് കണക്കാക്കപ്പെടുന്നത്. മറ്റ് അവയവ കൈമാറ്റങ്ങളുടെ 10 ഇരട്ടിയെങ്കിലും ശസ്ത്രക്രിയകൾ ഈ മേഖലയിൽ നടക്കുന്നുണ്ട്. ആദ്യ അവയവ കൈമാറ്റം 1971 നടന്നതെങ്കിലും ഭാരതത്തിൽ അവയവദാനവുമായി ബന്ധപ്പെട്ട് 1994 ആദ്യമായി ഒരു നിയമം നിലവിൽ വന്നത്. ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻ ആക്ട് 1994 എന്നാണ് ആ നിയമത്തിന്റെ പേര്. 2011
ഈ നിയമത്തിൽ ഭേദഗതി വരുത്തുകയും ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂ ആക്ട് എന്ന പേരിൽ പരിഷ്കരിക്കുകയും ചെയ്തു. 2011 നിലവിൽ വന്ന ഈ നിയമപ്രകാരം ശരീര അവയവങ്ങളുടെ വിൽപ്പനയും അനധികൃത കൈമാറ്റവും നിയമപരമായി ശിക്ഷാർഹമാണ്. ഗ്ലോബൽ ഒബ്സർവേറ്ററി ഓൺ ഡൊണേഷൻ ആൻഡ് ട്രാൻസ്പ്ലാന്റേഷൻ എന്ന സ്ഥാപനത്തിന്റെ കണക്കനുസരിച്ച് 1,50,000 ട്രാൻസ്പ്ലാന്റുകളാണ് ലോകത്തിൽ വർഷം തോറും നടക്കുന്നത്. എന്നാൽ ഇത് ആകെ ആവശ്യത്തിന്റെ 10% മാത്രമേ ആകുന്നുള്ളൂ. നിയമം ലംഘിച്ച് അവയവ കച്ചവടത്തിൽ ഏർപ്പെടാൻ ഇത് സമ്പന്നരായ രോഗികളെ പ്രേരിപ്പിക്കുന്നു. അവയവ കച്ചവടത്തിന്റെ വാതിൽ അങ്ങനെയാണ് തുറക്കപ്പെട്ടത്. ഇന്ന് അത് $1.7 ബില്യൺ ഇൻഡസ്ട്രിയാണ്. ജസ്റ്റ് ഇമാജിൻ, $1.7 ബില്യൺ. ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത് വടക്കൻ ആഫ്രിക്കയിലും മധ്യപൂർവ്വ ഏഷ്യയിലുമാണ്. അവയവം വാങ്ങാനായി വിദേശത്ത് പോകുന്നത് ട്രാൻസ്പ്ലാന്റ് ടൂറിസം എന്ന ഓമന പേരിലാണ് അറിയപ്പെടുന്നത്. അവയവ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് കിഡ്നിക്കാണ്, പിന്നെ കരളും കോർണിയയും. മനുഷ്യ ബീജത്തിനും ഹ്യൂമൻ എംബ്രിയോസ്, സ്കിൻ, ബ്ലഡ് പ്ലാസ്മ എന്നിവയ്ക്കും വലിയ ഡിമാൻഡ് ആണ്. യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈം എന്ന സ്ഥാപനത്തിന്റെ നിരീക്ഷണത്തിൽ അവയവ കച്ചവടത്തിലെ ഇര ശരാശരി 30 വയസ്സുകാരായ പുരുഷന്മാരാണ്. എന്നാൽ 2024 മെയ് 22 പത്ര റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ തൃശൂർ ജില്ലയിലെ മുല്ലശ്ശേരി എന്ന കടലോര ഗ്രാമത്തിൽ സ്ത്രീകളാണ് ഇരകളായത്. 2023 ഒക്ടോബറിൽ പാകിസ്ഥാൻ പോലീസ് അവയവ കച്ചവട മാഫിയയുടെ ചുരുളഴിച്ചു. പാകിസ്ഥാനിലെ പാവപ്പെട്ട 300 പേരാണ് കിഡ്നി കച്ചവടത്തിൽ ഏർപ്പെട്ടത്. ഭാരതത്തിൽ നിയമപരമായ അവയവ കൈമാറ്റത്തിന്റെ ഔദ്യോഗിക ഏജൻസി നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ അഥവാ നോട്ടോ ആണ്. നോട്ടയല്ല, നോട്ടോ ആണ്. NOTTO. മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിന് നാഷണൽ ഹ്യൂമൻ ഓർഗൻ ആൻഡ് ടിഷ്യൂ റിമൂവൽ ആൻഡ് സ്റ്റോറേജ് നെറ്റ്വർക്ക്, നാഷണൽ ബയോമെഡിക്കൽ സെന്റർ എന്നിങ്ങനെ 2 ഉപവിഭാഗങ്ങളുണ്ട്. കേരളത്തിനുള്ളിൽ നടക്കുന്ന അവയവദാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സുതാര്യമാക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ചിട്ടുള്ളതാണ് മൃതസഞ്ജീവനി പദ്ധതി. കേരളത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി അവയവദാതാവാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കേരള സർക്കാരിൻ്റെ KNOS.org.in എന്ന വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്ത് മൃതസഞ്ജീവനി പദ്ധതിയിൽ അംഗമാകാവുന്നതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ അവയവദാന പദ്ധതിയിൽ അംഗമാകാൻ നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ അഥവാ നോട്ടോയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. മസ്തിഷ്ക മരണവും അതുവഴിയുള്ള അവയവദാനവും വളരെയധികം തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്താണ് ഈ മസ്തിഷ്ക മരണം? ഒരു ആശുപത്രിയിൽ അപകടത്തിൽപ്പെട്ടെത്തുന്ന വ്യക്തി ചികിത്സാ വേളയിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടുകൂടി മാത്രം ശ്വസനം നിലനിർത്തുകയും മറ്റ് ശരീരാവയവങ്ങളുടെ പ്രവർത്തനം മരുന്നുകളുടെ സഹായത്തോടുകൂടി മാത്രം നിലനിർത്തുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറുന്നു എന്ന് കരുതുക. ഈ ഘട്ടത്തിൽ വിദഗ്ധ ഡോക്ടർമാരുടെ ഒരു സംഘം ആ രോഗിയുടെ മസ്തിഷ്കം പരിശോധിക്കുകയും മസ്തിഷ്കത്തിന്റെ പ്രവർത്തനം നിലച്ചു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ഘട്ടത്തെയാണ് മസ്തിഷ്ക മരണം എന്ന് പറയുന്നത്. സർക്കാർ നിർദ്ദേശപ്രകാരം 4 ഡോക്ടർമാർ അടങ്ങുന്ന ഒരു സംഘമാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കേണ്ടത്. രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടർ, ഒരു ന്യൂറോ സർജൻ, ആശുപത്രിയിലെ സൂപ്രണ്ട്, ആശുപത്രി മേലധികാരി തുടങ്ങിയവർ ആ സംഘത്തിൽ ഉൾപ്പെടാം. ഈ വിദഗ്ധ സംഘം 6 മണിക്കൂർ ഇടവിട്ട് 2 തവണ രോഗിയെ വിശദമായി പരിശോധിച്ചതിന് ശേഷമാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നത്.
സ്വാഭാവിക മരണത്തിൽ നിന്നും മസ്തിഷ്ക മരണത്തിനെ വ്യത്യസ്തമാക്കുന്നത് ഹൃദയമിടിപ്പ് നിലനിൽക്കുന്നു എന്ന കാര്യമാണ്. ഈ ഹൃദയമിടിപ്പ് മരുന്നുകളുടെ സഹായത്തോടുകൂടി പരമാവധി 24 മണിക്കൂർ നേരത്തേക്ക് നിലനിർത്താൻ സാധിക്കും. വളരെ വിലപ്പെട്ട ഈ സമയമാണ് അവയവദാനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രധാന അവയവങ്ങളുടെ പ്രവർത്തനം ഭാഗികമായോ പൂർണ്ണമായോ നിലയ്ക്കുകയും മരുന്നുകളുടെ സഹായത്തോടുകൂടി ജീവൻ നിലനിർത്തുകയും ചെയ്യുന്ന അനേകായിരങ്ങൾക്ക് മസ്തിഷ്ക മരണം സംഭവിക്കുന്ന വ്യക്തികളുടെ അവയവങ്ങൾ മാത്രമേ ഉപയോഗപ്രദമാവുകയുള്ളൂ. ഓർക്കുക, ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു വ്യക്തിക്ക് ദാനം ചെയ്യാൻ സാധിക്കുന്ന ശരീരഭാഗങ്ങൾ കരളിന്റെ ഒരു ഭാഗവും 2 വൃക്കകളിൽ ഒന്നും മാത്രമാണ്. മറ്റെല്ലാ അവയവങ്ങളും മസ്തിഷ്ക മരണത്തിലൂടെ മാത്രമേ കൈമാറ്റം ചെയ്യപ്പെടാൻ സാധിക്കുകയുള്ളൂ. അവയവദാനത്തിന്റെ പ്രാധാന്യത്തോടൊപ്പം അതിന് സ്വീകരിക്കേണ്ട നിയമ നടപടികളെക്കുറിച്ചും ഒരു പൗരൻ ബോധവാനായിരിക്കണം. ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, സ്വാഭാവിക മരണമാണ് സംഭവിക്കുന്നതെങ്കിൽ കണ്ണിന്റെ നേത്രപടലം അഥവാ കോർണിയ മാത്രമാണ് ദാനം ചെയ്യാൻ സാധിക്കുന്നത്. മസ്തിഷ്ക മരണമാണ് സംഭവിക്കുന്നതെങ്കിൽ മറ്റ് അവയവങ്ങൾ കൂടെ ദാനം ചെയ്യാൻ സാധിക്കും. മസ്തിഷ്ക മരണം സംഭവിക്കുന്ന ഒരാളുടെ ശരീരത്തിൽ നിന്നും ഹൃദയം, വൃക്ക, കരൾ, പാൻക്രിയാസ്, ശ്വാസകോശം ഇവയെല്ലാം മറ്റൊരാളുടെ ശരീരത്തിലേക്ക് മാറ്റിവെക്കാൻ സാധിക്കും. ഒരു വ്യക്തി താൻ അവയവദാനത്തിന് തയ്യാറാണ് എന്ന സമ്മതം ജീവിച്ചിരിക്കുമ്പോൾ പൂർണ്ണ ബോധത്തിൽ സമർപ്പിക്കേണ്ട ഒന്നാണ്. അതിനായി ഒരു സമ്മതപത്രം തയ്യാറാക്കുകയാണ് ആദ്യം വേണ്ടത്. ആ സമ്മതപത്രം നിങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായി പങ്കുവെക്കുകയും വേണം. എങ്കിൽ മാത്രമേ ദാതാവിന് മസ്തിഷ്ക മരണം സംഭവിക്കുന്ന പക്ഷം അവയവദാനം ചെയ്യാൻ അയാൾ തയ്യാറായിരുന്നു എന്ന വിവരം തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. മസ്തിഷ്ക മരണം സംഭവിക്കുന്ന ഒരു വ്യക്തിയുടെ അവയവങ്ങൾ ദാനം ചെയ്യുവാൻ സമ്മതം നൽകേണ്ടത് ഏറ്റവും അടുത്ത ബന്ധുവാണ്. അത് സഹോദരൻ അല്ലെങ്കിൽ സഹോദരി, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, മക്കൾ അല്ലെങ്കിൽ അമ്മയോ അച്ഛനോ, അങ്ങനെ രക്തബന്ധത്തിൽപ്പെട്ട ആളായിരിക്കണം. അവയവദാന മേഖലയിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ബോധവൽക്കരണത്തിന്റെ കുറവാണ്. അവയവദാനം ഒന്നിലധികം ജീവനുകൾക്ക് പുനർജനി പ്രദാനം ചെയ്യുന്നു എന്ന മാനുഷികമായ സത്യത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടത് സർക്കാരിൻ്റെയും സന്നദ്ധ സംഘടനകളുടെയും ഉത്തരവാദിത്തമാണ്. മതപരമായ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും അവയവദാനത്തെ സാരമായി ബാധിക്കുന്ന മറ്റൊരു വിഷയമാണ്. പുനർജീവിതത്തിൽ വിശ്വസിക്കുന്ന അനേകം മതങ്ങൾ നിലനിൽക്കുന്ന നമ്മുടെ ലോകത്ത് അതിൻ്റെ പേരിൽ മാത്രം നഷ്ടമാകുന്ന ദാതാക്കളുടെ എണ്ണം അനവധിയാണ്. അടിസ്ഥാന തലങ്ങളിൽ നടപ്പാക്കുന്ന ബോധവൽക്കരണവും മാനുഷിക മൂല്യങ്ങളുടെ പ്രചാരണവും മാത്രമാണ് ഇത്തരം പ്രതിസന്ധികൾ മറികടക്കാനുള്ള ഒരേ ഒരു പോംവഴി. ഇത്തരത്തിൽ വിശ്വാസങ്ങളുടെ പേരിൽ അവയവദാനം നിഷേധിക്കുന്ന മത സാമൂഹിക വിഭാഗങ്ങളിൽ തന്നെ അവയവദാനം മൂലം രക്ഷപ്പെടുത്താൻ സാധിക്കുന്ന രോഗികളും ജീവനുകളും ഉണ്ടാകാം. മനുഷ്യജീവൻ നിലനിർത്തുവാൻ സാധിക്കുന്നതിലും വലിയ പുണ്യപ്രവൃത്തി വേറൊന്നുമില്ല എന്ന് ബോധ്യപ്പെടുത്താൻ ഒരു പക്ഷേ വിശ്വാസങ്ങൾക്ക് മേലെ ചിന്തിക്കുവാൻ മതവിഭാഗങ്ങളെ പ്രേരിപ്പിച്ചു എന്ന് വരാം. എന്നാൽ ഇതൊന്നും തന്നെ അനായാസം സാധ്യമാകുന്ന ഒന്നല്ല. കൃത്യമായ ആസൂത്രണവും സൂക്ഷ്മമായ നടത്തിപ്പുമുണ്ടെങ്കിൽ മാത്രമേ മതവിശ്വാസം പോലെ വൈകാരികമായ തടസ്സങ്ങൾ മറികടന്ന് അവയവദാനം സാധ്യമാവുകയുള്ളൂ. അവയവദാന മേഖലയിൽ അന്താരാഷ്ട്ര തലത്തിൽ കൈക്കൊണ്ടിട്ടുള്ള ഏറ്റവും സുപ്രധാനമായ നടപടികളിൽ ഒന്നാണ് ഡിക്ലറേഷൻ ഓഫ് ഇസ്താൻബുൾ. 2007 പുറത്തു വന്ന കണക്ക് പ്രകാരം ലോകത്ത് നടന്ന ആകെ അവയവദാനത്തിന്റെ 10% നിർബന്ധിത അവയവദാനമോ അല്ലെങ്കിൽ വൻ തുകകൾ വാഗ്ദാനം ചെയ്തും ഭീഷണിപ്പെടുത്തിയും അവയവദാതാക്കളുടെ പൂർണ്ണ സമ്മതമില്ലാതെ നടത്തിയവയും ആയിരുന്നു. ഇത്തരത്തിൽ അനധികൃതമായി ശേഖരിക്കപ്പെട്ട അവയവങ്ങൾ സ്വീകരിക്കുന്നതിനായി അനുവദിക്കപ്പെട്ടിട്ടുള്ളതിനേക്കാൾ ദൂരം രോഗികൾക്ക് സഞ്ചരിക്കേണ്ടി വന്നു എന്നും കണ്ടെത്തുകയുണ്ടായി.
അധികം ദൂരം സഞ്ചരിച്ച് ഇത്തരത്തിൽ അവയവങ്ങൾ സ്വീകരിച്ചവർ എല്ലാം തന്നെ സമ്പന്ന രാജ്യങ്ങളിൽ നിന്നുള്ള രോഗികളായിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം അവരുടെ എല്ലാം ആരോഗ്യനില അപകടകരമായ രീതിയിൽ എത്തിച്ചേർന്നു എന്നും പഠനങ്ങൾ തെളിയിച്ചിരുന്നു. ഈ സാഹചര്യങ്ങളുടെ വെളിച്ചത്തിൽ ലോകാരോഗ്യ സംഘടനയാണ് ഡിക്ലറേഷൻ ഓഫ് ഇസ്താൻബുളിന് രൂപം നൽകിയത്. അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരം വിപുലമായ ഇടപെടലുകൾ അവയവദാന മേഖലയെ ചലനാത്മകമാക്കുന്നുണ്ട് എങ്കിലും ഭാരതത്തിൽ നിലവിലുള്ള സാഹചര്യം മികച്ചത് എന്ന് പറയാൻ ഒരിക്കലും സാധിക്കുകയില്ല. ബോധവൽക്കരണവും ജനകീയ സമ്പർക്ക പരിപാടികളും അതിവേഗത്തിൽ തന്നെ ആരംഭിക്കേണ്ടതുണ്ട് എന്ന് നമ്മോട് പറയുന്നത് മരിച്ചുകൊണ്ട് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് രോഗികളാണ്. അവരെ സംബന്ധിച്ച് സർക്കാർ തന്നെ പുറത്തുവിടുന്ന കണക്കുകളുമാണ്. എല്ലാ വർഷവും ഏകദേശം 1.5 ലക്ഷം പേരാണ് വൃക്കരോഗം മൂലം കഷ്ടപ്പെടുന്നത്. എന്നാൽ 6000 കിഡ്നി മാറ്റം വയ്ക്കലുകൾ മാത്രമേ ഇന്ത്യയിൽ നടക്കുന്നുള്ളൂ. വെറും 6000 കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻസ് മാത്രമേ ഇന്ത്യയിൽ നടക്കുന്നുള്ളൂ. ഏകദേശം 2 ലക്ഷം രോഗികൾ കരൾ രോഗവുമായി മല്ലിടുന്നു. ക്യാൻസറും ഇതിനൊരു കാരണമാണ്. എന്നാൽ ഇതിൽ 10 മുതൽ 15% പേർക്ക് മാത്രമേ സമയത്ത് കരൾ മാറ്റിവെക്കാൻ കഴിയുന്നുള്ളൂ. 25,000 30,000 കരൾ മാറ്റിവെക്കൽ ആവശ്യമുള്ളപ്പോൾ കേവലം 1500 മാറ്റിവെക്കലുകളെ നടക്കുന്നുള്ളൂ. അതുപോലെ ഏകദേശം 50,000 ഹൃദ്രോഗികൾ ഉള്ളപ്പോൾ 10-15 ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ മാത്രമേ ഇന്ത്യയിൽ നടക്കുന്നുള്ളൂ. കോർണിയ മാറ്റിവെക്കലിന് ഏകദേശം 1 ലക്ഷം പേർ വർഷം തോറും കാത്തിരിക്കുമ്പോൾ കേവലം 25,000 മാറ്റിവെക്കലുകളെ നടക്കുന്നുള്ളൂ. ഇനി 3 ലക്ഷത്തിലധികം രോഗികൾ അവയവദാന സ്വീകരണത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഓരോ ദിവസവും 20 പേരെങ്കിലും കാലഗതി പ്രാപിക്കുന്നു. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് അവയവദാതാക്കൾക്ക് അവയവം കൊടുക്കുന്നവർ 2014 6,916 ആയിരുന്നത് 2022 16,041 മാത്രമേ വർദ്ധിച്ചിട്ടുള്ളൂ. എന്നേക്കുമായുള്ള നഷ്ടപ്പെടലിന്റെ സങ്കട തീരത്തു നിന്ന് പ്രിയപ്പെട്ടവരുടെ ജീവനുകൾ മടങ്ങി വന്ന കഥകളാണ് ഓരോ അവയവദാനത്തിനും പറയുവാനുള്ളത്. ക്ലിവ്ലാൻഡിലെ ആശുപത്രി മുറിയിൽ രചിക്കപ്പെട്ട വിജയഗാഥ ലോകമെങ്ങും പ്രതീക്ഷകൾ പരത്തുന്നതാണ്. പ്രതീക്ഷകൾ അവിടെ നിലനിൽക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർ ദൈവതുല്യരായ മനുഷ്യരായി മാറുന്ന അവയവദാനത്തിന്റെ വിജയഗാഥകൾ നിരന്തരം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം.